ഹായ്, നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നോക്കി. ഇതെല്ലാം ബിഗിനേഴ്സിന് വേണ്ടിയാട്ടോ ചെയ്യുന്നത്. നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കി. ഇനി നമുക്ക് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞൊരു ആപ്പിലേക്കുള്ള ആക്സസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ആഡ്സ് മാനേജർ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് വേണ്ടത് മെയിനായിട്ട് ബേസിക് ആവശ്യം എന്ന് പറയുന്നത് നമുക്കൊരു പേജ് വേണം എന്നുള്ളതാണ്. നമുക്കൊരു പേജ് ഉണ്ടായാൽ ആ പേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി കാണിച്ചു. അത് വളരെ സിമ്പിളാണ്. ഞാനൊരു വീഡിയോ ഇടാൻ കാരണം ഏറ്റവും ബിഗിനേഴ്സ്, അതായത് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആഡ് അക്കൗണ്ട് എങ്ങനെ ചെയ്യാന്നുള്ള രീതിയിലേക്കാണ് ഈ വീഡിയോ പോകുന്നത്. ഓക്കെ, അതിനാദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ടെസ്റ്റ് അക്കൗണ്ടിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ നമ്മൾ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പേജസ് കാണാൻ പറ്റി. ഓക്കെ, പേജസിലേക്ക് പോകും. ഓക്കെ, ഇനി പേജസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടാബിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആഡ്സ് മാനേജർ .facebook.com ക്രിയേറ്റ് ചെയ്യുന്നത്. ആഡ്സ് മാനേജർ .facebook.com ഇവിടെയാണ് നമ്മൾ ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ അക്സെപ്റ്റബിൾ ടാർഗറ്റിംഗ്, ഡിസ്ക്രിമിനേഷൻ, കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് ഞാൻ ഐ അക്സെപ്റ്റ് കൊടുത്തു. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തതിന് താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ സെറ്റപ്പ് ടു അഡ്വർടൈസ് എന്ന് വെച്ചാൽ ഞാൻ ആഡ്സ് മാനേജർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇതിലേക്ക് വന്നു. താഴെ ക്രിയേറ്റ് ബിസിനസ് പോർട്ട്ഫോളിയോ ഒന്നും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഏതാണോ ആ ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബിസിനസ് ടു ബിസിനസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഏതൊക്കെയാണ് ഫേസ്ബുക്ക് പേജ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കിവിടെ ഫേസ്ബുക്ക് പേജ് ഓൾറെഡി വന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഞാനൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നു. ആഡ് പേയ്മെന്റ് മെത്തേഡ് വന്നു. ആഡ് പേയ്മെന്റ് മെത്തേഡ് നമുക്ക് ഫൈനലായിട്ട് ആഡ് ചെയ്യാം. ഫൈനൽ സ്റ്റേജിൽ ഞാൻ ആഡ് പേയ്മെന്റ് മെത്തേഡ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ നോട്ട് നൗ കൊടുക്കുന്നു. മുന്നോട്ട് പോയി. അപ്പോൾ അടുത്ത് ചോദിക്കുന്നത് ഒരു ക്യാമ്പയിൻ ക്രിയേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. ഓൺലൈൻ സെയിൽസ്, ലീഡ്സ്, ഏത് ക്യാമ്പയിൻ വേണം ക്രിയേറ്റ് ചെയ്യുക. അത് നെക്സ്റ്റ് അടിച്ച് പോവുക. ചുമ്മാ ഇതൊന്നും നോക്കണം, നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോവാം. അതിൽ മാനുവൽ ഇതൊന്നും നോക്കണ്ട. നമ്മൾ ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുക്കുക. കാരണം നമുക്ക് ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യണം. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ആഡ്സ് മാനേജർ ക്രിയേറ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് ഒരു ആഡ്സ് മാനേജർ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുത്തുകൊണ്ടാണ് ഇത് വന്നത്. ഇത് ക്ലോസ് ചെയ്യുവാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആഡ്സ് മാനേജറിലേക്ക് കയറാൻ പറ്റി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്യാമ്പയിനാണ്. ഞാൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇതാണ് ഒരു ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ആഡ്സ് മാനേജറിന്റെ ഒരു ഒരു വീഡിയോ ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു 1 hour വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പരസ്യം ചെയ്യുക എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. അതിൽ പറയാത്തൊരു കാര്യം, എനിക്കൊന്ന് പേയ്മെന്റ്സും കൂടി ഞാൻ അതിൽ പറയുന്നുണ്ട്. എന്നാലും എങ്ങനെയാണ് പേയ്മെന്റ്സ് ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് മെനൂസ് ഉണ്ട്. അക്കൗണ്ട് ഓവർവ്യൂ എന്ന് വെച്ചാൽ നമ്മൾ പരസ്യം ചെയ്യുന്ന ലാസ്റ്റ് 7 ഡേയ്സിലെ കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ആഡ് പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അക്കൗണ്ട്സ് ഓവർവ്യൂവിൽ ഉണ്ടാവുക. ആഡ്സ് റിപ്പോർട്ടിങ്ങിൽ നമ്മൾ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഓഡിയൻസിൽ നമ്മൾ അത് ഞാൻ മറ്റേ വീഡിയോയിലും പറയുന്നുണ്ട്. ഓഡിയൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാനതിൽ പറയുന്നുണ്ട്. ഓഡിയൻസിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ അഡ്വർടൈസ് സെറ്റിങ്സ്, പിന്നെ ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സ്. നമുക്ക് എവിടെയാണ് ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സിലാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ പേയ്മെന്റ് ആഡ് ചെയ്ത് നമുക്ക്
പേയ്മെന്റ് ആഡ് ചെയ്യുന്നത്. പേയ്മെന്റ് ആഡ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാൻ പറ്റും. എന്താ പറയുക, നമ്മുടെ പരസ്യം ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റും. ഇവിടെ ഇപ്പൊ എനിക്കിവിടെ കാണുന്നത് US$ ആണ്. അപ്പൊ എനിക്കത് ഇന്ത്യൻ റുപ്പി ആയിട്ട് മാറ്റണം. നമുക്ക് മാറ്റാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അതിൽ പേയ്മെന്റ് സെറ്റിംഗ്സിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് ബിസിനസ് നെയിം അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ആഡ് പേയ്മെന്റ് മെത്തേഡിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ് ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ഇവിടെ കണ്ടില്ല, ഇവിടെ US$ കാണിക്കും, പിന്നെ ടൈം സോൺ ചിലപ്പോൾ മാറി കാണിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം, അതായത് ആഡ്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എഡിറ്റിലേക്ക് പോയിട്ട് ബിസിനസ് ഇൻഫർമേഷൻ ഞാൻ ഒന്നുകൂടി കാണിക്കാം. നമ്മൾ ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സിൽ പോകുന്നു. ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സിൽ പോയിട്ട് നമ്മൾ പേയ്മെന്റ് സെറ്റിംഗ്സിൽ പോകുന്നു. പേയ്മെന്റ് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ഇവിടെ എഡിറ്റ് ഇൻഫർമേഷൻ, അതായത് എഡിറ്റ് ബിസിനസ് ഇൻഫർമേഷനിൽ പോയിട്ട് എഡിറ്റ് ചെയ്യുന്നു. അത് ഇവിടെ ഇത് നോക്കുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ആഡ് അക്കൗണ്ടാണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ആഡ് അക്കൗണ്ടാണ് സെലക്ട് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ഇൻഫർമേഷനിൽ പോവുക. ഇവിടെ ഇന്ത്യ, ഇവിടെ എനിക്ക് വന്നിരിക്കുന്നത് US$ ആണ്. ഞാനത് INR ആയിട്ട് മാറ്റി കൊടുക്കുന്നു. ഇന്ത്യൻ റുപ്പി ആയിട്ട് മാറ്റുന്നു. കൽക്കട്ട ഏഷ്യ, എനിക്ക് ടൈം സോൺ കറക്റ്റ് ആണ്. പിന്നെ നമ്മളിവിടെ ബിസിനസ് നെയിം കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇന്റർനാഷണൽ രീതിയിലാണ് ബിസിനസ് നെയിം കൊടുക്കുന്നത്. നമ്മുടെ അഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ്, സിറ്റി, പിന്നെ GST നമ്പർ, നമുക്ക് GST ഉണ്ടെന്നുണ്ടെങ്കിൽ GST നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ഒക്കെ നമുക്ക് ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ബിസിനസ് ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. കൺട്രി റീജിയൻ ഒക്കെ കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡുകളുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആ US$ എന്നുള്ളത് മാറിയിട്ട് INR ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് പേയ്മെന്റ് മെത്തേഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് പേയ്മെന്റ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വേണം, ഇവിടെ നമുക്ക് UPI വെച്ചിട്ട് ചെയ്യാം, നെറ്റ് ബാങ്കിങ് വെച്ചിട്ട് ചെയ്യാം, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യാം. UPI ആണ് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് തോന്നുക. കാരണം നമ്മൾ എല്ലാവരും ഗൂഗിൾ പേ, അതേപോലെ Paytm, ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു വിൻഡോയിലേക്ക് പോകും. ഇവിടെ എമൗണ്ട് എത്രയാണോ ആഡ് ചെയ്യാൻ കൊടുക്കുന്നത് ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ആഡ് ഫണ്ട് വിത്ത് UPI എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓപ്പൺ UPI ആപ്പ് കൊടുക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഷോപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും പേയ്മെന്റ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ജനറേറ്റ് QR കൊടുക്കുകയാണെങ്കിൽ ഇവിടെ QR കോഡ് ജനറേറ്റ് ആവും. കണ്ടോ, ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെന്റ് നടത്തിയാൽ മതി. അത്ര ഈസി ആയിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പേയ്മെന്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഇപ്പോൾ 2 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ ചൂസ് അനദർ പേയ്മെന്റ് മെത്തേഡ് വേണമെങ്കിൽ ക്യാൻസൽ കൊടുക്കാം. നമുക്ക് വേറെ പേയ്മെന്റ് മെത്തേഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷെ അത് അവിടേക്ക് പോയിട്ടേ തിരിച്ചു വരുള്ളൂ. നമ്മുടെ ആഡ് അക്കൗണ്ടിലേക്ക് പോയിട്ട്, ഇവിടെ അനേബിൾ ടു പ്രോസസ് ആണ്. അത് കഴിഞ്ഞ് ആഡ് അക്കൗണ്ടിൽ പോയി ഇവിടെ പിന്നെയും ഇവിടെ കണ്ടോ, ഇവിടെ ₹1000 ഫെയിൽഡ് എന്ന് കാണിക്കും. അത് പേയ്മെന്റ് ആഡ് ആവുകയാണെങ്കിൽ ₹1000 ആഡ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് പേയ്മെന്റ് സക്സസ് എന്നുള്ള രീതിയിൽ കാണിച്ചു തരും. നമുക്ക് വേറെ പേയ്മെന്റ് മെത്തേഡ്സ് നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാം. UPI തന്നെ പല രീതിയിൽ നമ്മൾ UPI ID കൊടുത്തിട്ട് വേണമെങ്കിൽ നമ്മുടെ ആപ്പിലേക്ക് വരുന്ന രീതിയിലേക്ക് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ആഡ് അക്കൗണ്ടിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ്. പിന്നെ പേയ്മെന്റ് ഹിസ്റ്ററിയിൽ പോകുകയാണെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്തതിന്റെ റെസിപ്റ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പം ഇതിന്റെ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഫെയിൽഡ് ആയതിന്റെ ട്രാൻസാക്ഷൻ ഇതാണ് ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നമുക്ക് ട്രാൻസാക്ഷൻസിന് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ആഡ് അക്കൗണ്ടിനെ കുറിച്ച്, ഒരു പുതിയതായിട്ടുള്ള ഒരു ആഡ് അക്കൗണ്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഇടുവാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.